KKM ഇസ്ലാമിക് അക്കാദമിയുടെ പ്രഥമ ബിരുദദാന സമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന ഈ സംവാദത്തിൽ വളരെ കുറച്ച് സമയം സംസാരിച്ച് സഹകരിക്കാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രശ്നം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മതം, ജാതി, സാമുദായികത, കേരളം ദിശ തെറ്റുമോ എന്നതാണ്. ആദ്യമായി എനിക്ക് പറയാനുള്ള സംഗതി, കേരളം ദിശ തെറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കേരളത്തിൻ്റെ ജനങ്ങളുടെ സെക്യുലർ മനോഭാവത്തിൽ, രാഷ്ട്രീയ പ്രബുദ്ധതയിൽ എനിക്ക് നല്ല ഉറച്ച ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ദിശ തെറ്റിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നത് ശരിയാണെങ്കിൽ പോലും എനിക്ക് അക്കാര്യത്തിൽ വലിയ പേടിയില്ല. കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും നല്ല ഒരു ഘടകമായ മതസൗഹാർദ്ദവും ജാതിയും മതവും എല്ലാം ഉണ്ടെങ്കിൽ പോലും അത് കേരളത്തിൻ്റെ നന്മയെ തകർക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകില്ലെന്നുള്ള പൂർണ്ണമായ ബോധ്യം കൊണ്ടാണ് ഞാൻ ആ ഭയപ്പാടില്ലെന്ന് പറയുന്നത്. അതേസമയത്ത് കേരളത്തിൻ്റെ ഈ നന്മ തകർക്കാനുള്ള നീക്കങ്ങളെയും ചെറുതായി കണ്ടുകൂടാ, എല്ലാം കാലേക്കൂട്ടി കണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട കാര്യമുണ്ടെന്നതുകൊണ്ടാണ് ബാബാസാഹിബ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാരും ഈ വിഷയം തിരഞ്ഞെടുത്തത്. കേരളം എന്ന് പറയുന്നത് തികച്ചും ജാതികൾ ഇവിടെയുണ്ട്, സജീവമായിട്ടുള്ള ജാതികളുണ്ട്, മതരംഗത്തുള്ള പ്രവർത്തനങ്ങളുണ്ട്, സാമുദായിക രംഗത്തുള്ള പ്രവർത്തനങ്ങളുണ്ട്, എല്ലാം വളരെ സജീവമാണ് ഈ കേരളത്തിൽ. പക്ഷെ ആ സജീവത ഒരിക്കലും ഈ നാടിന്റെ യോജിപ്പിന് തടസ്സമായി നിന്നിട്ടില്ല. ഇവിടെ ഇവരെല്ലാം കൂടിയുള്ള നിരവധി നല്ല സംരംഭങ്ങളുണ്ട്. അത് ലോകത്തിന് തന്നെയും മാതൃകാപരമായിട്ടുള്ള സംഗതികളാണ്. ശ്രീ KKN കുറുപ്പിനെ പോലൊരു ചരിത്രകാരൻ കൂടി ഇരിക്കുന്ന വേദിയിൽ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, സമയം കുറവായതുകൊണ്ട് ഞാൻ ഇത് മാത്രം പറയുകയാണ്. ഹിന്ദു, മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം തന്നെ ഈ മണ്ണിൽ വളരെയേറെ സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. അവരൊക്കെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് ഈ നാടിന് വേണമെങ്കിൽ വിശ്വസംസ്കാരത്തിന്റെ ഒരു സംഗമഭൂമി എന്ന് ഈ മലയാളക്കരയെ വിശേഷിപ്പിക്കാം. ആ വിധത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ കേരളം സജീവമായിട്ടുള്ളത്. പക്ഷേ ജാതി വ്യവസ്ഥ തീർച്ചയായും ഈ നാട്ടിലുള്ള ജാതി ചിന്തകളും മതചിന്തകളും ഒക്കെ അതിന്റെ മേഖലയിൽ ഉണ്ടെങ്കിൽ തന്നെയും, സജീവമായി ഉണ്ടെങ്കിൽ തന്നെയും നാടിന്റെ ഗതിമാറ്റുന്ന വിധത്തിൽ പോവില്ല. നമ്മുടെ രാഷ്ട്രീയ ബോധം അത്രയും വലുതാണ്. വിവിധ ജാതിയിൽപ്പെട്ടവർ വിവിധ പാർട്ടികളിലുള്ള നാടാണിത്. ഒരു ജാതിയിൽ മാത്രമായിട്ട് ഇവിടെ ആളുകൾ നിൽക്കുന്നില്ല, ഒരു പാർട്ടിയിൽ മാത്രമായിട്ട് ആളുകൾ നിൽക്കുന്നില്ല. ആളുകൾ പൊളിറ്റിക്കൽ ഐഡിയോളജിന്റെ അടിസ്ഥാനത്തിൽ ജാതിയുടെ ചിന്തകൾ പോലും മറന്നുകൊണ്ട് നിൽക്കുന്നൊരു സവിശേഷ സാഹചര്യം ഈ കേരളത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഇവിടെ ആരും ചെറുതായി കാണേണ്ട കാര്യമല്ല ഈ ജാതിയും മതങ്ങളൊന്നും. കാരണം വെച്ചാൽ കേരളത്തിന്റെ പുരോഗതിയിൽ ജാതിയും മതങ്ങളും വളരെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സാമൂഹ്യ പരിവർത്തനത്തിന്റെ കാര്യത്തിലാവട്ടെ, ഇവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിയുടെ കാര്യത്തിലാവട്ടെ, എല്ലാറ്റിലും ക്രിസ്തീയ മിഷണറിമാർ ഈ നാടിൽ ചെയ്ത വിദ്യാഭ്യാസ സേവനങ്ങൾ ആർക്കും ചെറുതായി കാണാനൊക്കില്ല. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകൾ ചെയ്ത സേവനങ്ങൾ മറക്കാനൊക്കില്ല. KM സീതി സാഹിബിനെ പോലുള്ള ആളുകൾ നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ വിസ്മരിക്കാനൊക്കില്ല. ഈ നാടിന്റെ കഴിഞ്ഞകാല പുരോഗതി നിങ്ങൾ കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം കൂടി ചെയ്തതാണ് ഇവിടെയുള്ള പുരോഗതി എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലത്തെ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ഒരിക്കലും ഈ ശക്തികളാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടില്ല. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ആ നിലയിൽ നിയന്ത്രിക്കാൻ ആര് ശ്രമിച്ചാലും വിജയിക്കില്ലെന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. നമുക്ക് ഇപ്പോഴത്തെ പ്രത്യേകമായ ഒരു അജണ്ടയെ പറ്റി ആലോചിക്കുമ്പോഴാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്. ഈ ചിന്തയൊക്കെ മാറി കേരളം വഴിതെറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ആ വഴിതെറ്റിക്കാനുള്ള ശക്തിയായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. ഇവിടെ ഒരു അജണ്ട വർക്ക് ചെയ്യുന്നുണ്ട്. ആ അജണ്ട എന്താണെന്ന് വെച്ചാൽ, അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ഒരു കാർഡ് ഇറക്കിയാൽ എങ്ങനെയെന്ന് ഇവിടെ ഗൗരവമായിട്ട് ചിന്തിക്കുന്നു. അതിനുവേണ്ടി ഒരുപാട് അവരുടെ ബുദ്ധിയുടെ വർക്ക്ഷോപ്പിൽ കുറെ വർക്ക് നടക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ജാതി കാർഡ് കളിച്ചതിന്റെ ഗുണം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ആ കാർഡ് കേരളത്തിലും കളിച്ചാൽ എന്ത്, നമുക്ക് വല്ല ഗുണവും കിട്ടുമല്ലോ, നോക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത സമീപകാലത്ത് കേരളത്തിൽ സജീവമായി വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ചെറുതായി കാണുന്നില്ല. ഇവിടെ വളരെ വളരെ അപകടകരമായ തെറ്റായ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ മുദ്രാവാക്യം?
ഇവിടെ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ഒരുപാട് കാര്യം വാരിക്കൂട്ടുന്നു. ആ ആംഗിളിൽ ഒരുപാട് പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നു. ഇത് സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇവിടെ ഈ നാട്ടിൽ എല്ലാവർക്കും രക്ഷ കിട്ടണം. ഇവിടെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഇവിടെ പുതിയ എല്ലാവരും ഉണ്ട്. ഇവിടെ എല്ലാവർക്കും നീതി കിട്ടണം, എല്ലാവർക്കും സുഖമായിട്ട് കഴിയണം, പരസ്പര ധാരണയോടുകൂടി കഴിയണം. നമ്മൾ കല്യാണത്തിൽ ഒരുമിച്ച് പോകുന്നവരാണ്, ഓണം ഒരുമിച്ച് ആഘോഷിക്കുന്നവരാണ്, ഇഫ്താർ പാർട്ടിയിൽ ഒരുമിച്ച് കൂടുന്നവരാണ്, പള്ളിയും അമ്പലവും ഒക്കെ ഒരുമിച്ച് ഒരേ കോമ്പൗണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യം എന്ന് പറയുന്നത്. അതിന് ഭംഗം വരാൻ പാടില്ല. പക്ഷെ ഒരു തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിമീങ്ങൾ ഏതാണ്ടോ വാരിയെടുക്കുന്നു, ഭരണത്തിൽ നിന്നിട്ട് അവരുടെ പ്രതിനിധികൾ അനർഹമായത് നേടിയെടുക്കുന്നു, ഹിന്ദുക്കൾക്ക് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് രക്ഷ പ്രാപിക്കാൻ അതിനെപ്പറ്റിയുള്ള ചിന്തകൾ വേണമെന്നുള്ള സ്വഭാവത്തിലുള്ള ചില പ്രചരണങ്ങൾ കുറച്ചു കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രചരണം നടക്കുന്ന സമയത്തും അതിന്റെ സത്യം എന്താ? ഞാൻ അതിനെ വൈകാരികമായിട്ട് ഒരിക്കലും വിമർശിക്കില്ല. അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നവരോട് ആ നിലയിൽ ഞാൻ പ്രതികരിക്കാനും വിചാരിക്കുന്നില്ല. പക്ഷെ അതിന്റെ ഒരു കാര്യം നമ്മൾ ആലോചിക്കുകയാണ്. ഞാൻ ഈ മുസ്ലിം ലീഗിന്റെ പക്ഷത്തുള്ള ഒരാളാണ്. ഞാൻ വിനീതമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ചുരുക്ക സമയമായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ ഭരണത്തിൽ നമ്മൾ 5 മന്ത്രിമാരുണ്ട്, അതിന്റെ MLA-മാരുണ്ട്, UDF-ലെ ഒരു ഘടകകക്ഷിയാണൊക്കെയാണ്. വളരെ സിമ്പിളായിട്ട് ഈ എല്ലാ വിമർശകന്മാരോടും ഇവിടെ മുസ്ലിം സമുദായത്തിന് പ്രത്യേകമായി ചില സൗകര്യങ്ങൾ കിട്ടുന്നു, അവരെല്ലാം നേടുന്നു, മറ്റുള്ളവരെല്ലാം ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നവർ ഒരേ ഒരു ചോദ്യം, മറ്റ് സമുദായങ്ങളുടെ റൈറ്റിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട ഒരു സംഗതിയിൽ നിന്ന് എന്തൊരു പോർഷനാണ് ലീഗ് വാങ്ങിയത്, അല്ലെങ്കിൽ മുസ്ലിം സമുദായം വാങ്ങിയത്? അത് ഈ വിമർശകന്മാർ ദൈവത്തെ ഓർത്ത് വിശദീകരിക്കണം. രണ്ടാമതൊരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ മുസ്ലിം സമുദായം അങ്ങനെ വാങ്ങി ഇങ്ങനെ വാങ്ങി എന്നൊക്കെ പറഞ്ഞ ആളുകൾ, ഞങ്ങളുടെ കയ്യിലും എല്ലാറ്റിൻ്റെയും കണക്കുണ്ട്. പക്ഷെ ഞാൻ ഈ വേദിയിലും പറയുന്നില്ല, ഞങ്ങൾ കണക്കേ പറയുന്നില്ല. പക്ഷെ മുസ്ലിം സമുദായം ഇന്നത് കൂടുതൽ വാങ്ങി എന്ന് പറയുന്നവരുടെ കയ്യിൽ കണക്കുണ്ടാവുമല്ലോ. അവരുടേതായിട്ടൊരു ധവളപത്രം പ്രസിദ്ധീകരിക്കാൻ ഒരുക്കമുണ്ടോ? എന്താണ് സർക്കാരിനുള്ള ആനുകൂല്യങ്ങൾ, ഡെവലപ്മെന്റ് ആവട്ടെ, മറ്റ് പാർലമെന്ററി പൊസിഷൻ ആവട്ടെ, മറ്റെന്താവട്ടെ, കമ്മ്യൂണിറ്റി വൈസ് ബ്രേക്കപ്പ് ഇന്നതാണ്, അതുകൊണ്ട് ഇന്ന വിഭാഗത്തിന് ഇന്നത് കിട്ടിയില്ല, ഇന്ന വിഭാഗം ഏറെ കിട്ടിയെന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ അവരൊരുക്കുണ്ടോ? മൂന്നാമതൊരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഇഷ്ടപ്പെട്ട ആളുകളെ കൊണ്ട് നിങ്ങളുടെ സോഷ്യോ എക്കണോമിക് സർവേ നടത്തുക. ഇപ്പത്തെ ഈ മാസത്തെ വെച്ചിട്ട് ഈ സോഷ്യോ എക്കണോമിക് സർവേ നടത്തിയിട്ട് നിങ്ങൾ പറയാൻ, ആരെങ്കിലും ഈ വിമർശകന്മാർ പറയട്ടെ, ഇംബാലൻസ് ഉണ്ട്, ഇന്ന സമുദായത്തിന് ഏറെ കിട്ടിപ്പോയി. പുരോഗതിയുടെ കാര്യം എല്ലാ സമുദായത്തിനും ഇവിടെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ബാലൻസ് തെറ്റിച്ചുകൊണ്ടാണ് പുരോഗതിയുടെ പോക്ക് എന്ന് ഈ സോഷ്യോ എക്കണോമിക് സർവേയിലൂടെ പറയാൻ ഈ സ്നേഹിമാർ തയ്യാറുണ്ട്. എന്റെ സിമ്പിളാണ്, ഞാൻ ആ കാര്യത്തിൽ മറ്റ് വിവാദങ്ങളിലേക്കൊന്നും തന്നെ ഞാൻ കടക്കുന്നില്ല. അപ്പൊ മുസ്ലിം ലീഗ് ഭരണകക്ഷിയാണ്, അതുകൊണ്ട് മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ കുറേ ആയിട്ട് കുറെ ചർച്ച നടക്കുന്നു. എന്താ ഒരു ചർച്ച? 5ാം മന്ത്രിസ്ഥാനം ലീഗിന് കൊടുത്തു, അതിന്റെ ഫലമായിട്ട് കേരളത്തിലെ സമുദ്രവ്യവസ്ഥ പോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിലെ MLA-മാരുടെ പ്രപ്പോർഷൻ വെച്ച് മന്ത്രിസ്ഥാനം വേണമെന്ന് പറയില്ല, എന്താ തെറ്റ്? അല്ലെ, മുസ്ലിം ലീഗ് പണ്ടും മന്ത്രിയായിട്ടുണ്ടല്ലോ ഇവിടെ. ഞങ്ങൾ മന്ത്രിയായിരുന്ന സമയത്ത് മുഴുവനും ഇസ്ലാം മതത്തിന് വേണ്ടിയോ മുസ്ലിം ലീഗ് മാത്രമാണോ പ്രവർത്തിച്ചത്? ഇനി അങ്ങനെയാ ഇവിടെ പറയുന്ന സ്നേഹിതന്മാരുടെ മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഞങ്ങൾ ഈ നിമിഷം വരെ ആരോടും കണക്ക് പറഞ്ഞിട്ടില്ല, പറയാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറില്ല. പക്ഷേ ഈ വിമർശകന്മാരുടെ ചോദ്യം, മന്ത്രിസ്ഥാനം നിങ്ങൾ മുസ്ലിം ലീഗിന്റേത് ജാതി തിരിച്ചെണ്ണുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫിഗറുണ്ടോ? ജാതി പ്രകാരം ഓരോ സമുദായത്തിനും ജാതിക്കും കിട്ടേണ്ട മന്ത്രിസ്ഥാനം എത്ര ശതമാനം കിട്ടിയെന്ന് നിങ്ങളുടെ കയ്യിൽ കണക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയും. കണക്ക് പറയുന്നവർ ഇത് മാത്രം പറഞ്ഞാൽ പോരല്ലോ. മന്ത്രിസ്ഥാനം, MLA സ്ഥാനം, രാജ്യസഭാ സ്ഥാനം, മറ്റേ ഓരോന്നിന്റെയും ചെയർമാൻ സ്ഥാനം, ഇതിന്റെ കണക്ക് നിങ്ങൾ എന്താ പറയാത്തത്? അപ്പൊ നിങ്ങൾ കണക്ക് നോക്കുന്നത് തെറ്റായ കണക്ക്. ടോട്ടാലിറ്റിയിൽ നിങ്ങൾ നോക്കിയാൽ വിലപേശൽ നടന്നിട്ട് എല്ലാ പാർട്ടികളിലും അത് കൂടുതൽ മന്ത്രിസ്ഥാനം വേണമെന്ന വാക്കുണ്ടാവും. ഞാൻ പറയുന്ന മറ്റ് സമുദായങ്ങൾക്ക് അർഹമായത് കൊടുക്കേണ്ടെന്നല്ല, തീർച്ചയായിട്ടും കൊടുക്കണം. പക്ഷേ ഇല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കുന്നത് ശരിയല്ലെന്ന് ഈ സ്നേഹിതന്മാർ
ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വിവാദമുണ്ട്. എന്താണ് വിവാദം? കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഫലമായിട്ട് ഇവിടെ 46 സ്കൂള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കൊല്ലങ്ങൾ 93 മറ്റാണ് സ്കൂളുകൾ ഞാൻ മന്ത്രി എന്ന സമയത്ത് കൊടുത്തത്. അപ്പൊ ഇവിടെ ഇപ്പൊ നടക്കുന്ന ചർച്ച എന്താണ്? ഈ സ്കൂളുകൾ എങ്ങനെ കൊടുത്തു, എന്ത് കൊടുത്തു? സ്കൂൾ കൊടുത്ത് ഞങ്ങളല്ല, കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രാജീവ് ഗാന്ധി ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഫലമായിട്ട് കൊണ്ടുവന്ന സ്കൂളാണ്. അതിന്റെ പേര് ഏരിയ ഇന്റൻസീവ് സ്കീം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലി ബാക്ക്വേർഡ് മൈനോറിറ്റീസ്. 2 സമുദായങ്ങളുള്ളൂ ഇന്ത്യയിലാകെ. എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലി ബാക്ക്വേർഡ് മൈനോറിറ്റീസ് എന്ന് പറയുന്നത് 2 സമുദായമുള്ളൂ. ഒന്ന് മുസ്ലിം, ഒന്ന് മറ്റോ നിയോ ബുദ്ധിസ്റ്റ്. ഇവർക്ക് അത് കൊടുക്കാൻ ഒക്കൂ ആ സ്കീമിൽ. ആ സ്കീം പ്രകാരം ഇവിടെ സ്കൂളുകൾ കൊണ്ടുവന്നു. ഇടതുപക്ഷത്തിന്റെ കാലത്ത് ആ സ്കൂൾ വർക്ക് ചെയ്തിരുന്നു. അതിൽ കുറെ ആനുകൂല്യങ്ങൾ കൊടുത്തിരുന്നു. ഉച്ചക്കഞ്ഞി കൊടുത്തു, മറ്റ് ശമ്പളം കൊടുത്തു, പിന്നെ DA കൊടുത്തു, പിന്നെ അങ്ങനെ കൊടുത്തു വന്നു. അവർക്ക് എന്താ ചെയ്തത്? അവർക്ക് പെൻഷൻ ആനുകൂല്യമില്ല, ലീവില്ല, റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇല്ല. ഇവിടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇല്ലാത്ത ഏതെങ്കിലും തൊഴിലാളി ഉണ്ടോ രാജ്യത്ത്? ലീവ് ഇല്ലാത്തവരുണ്ടോ? ആ ആനുകൂല്യം 46 സ്കൂളിൽ ഇപ്പം കുറച്ച് 38 വർക്ക് ചെയ്യുന്നു തോന്നുന്നു. ഈ സ്കൂളിൽ കൊടുത്തപ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുപോകും. ഞാൻ ചോദിക്കുന്നത്, ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം കേരളത്തിൽ കൊണ്ടുവന്നൊരു കാര്യം അതിനെ സമുദായവൽക്കരിക്കേണ്ട കാര്യം എന്താണ്? ഒരുപാട് കാര്യങ്ങൾ എനിക്കതിൽ പറയാനുണ്ട്. പക്ഷെ ഞാനത് നിർഗിച്ച് പറയുന്നില്ല. അവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഇപ്പൊ വേറെ സ്കൂളുകൾ അദ്ദേഹം ഇപ്പൊ അടുത്തൊരു ഓർഡർ കൊടുത്തിരുന്നു. ഈ അംഗവൈകല്യം വന്നവരുടെ ഇവർക്കൊരു സ്കൂള്, കുറെ സ്കൂളുകളുണ്ട്. അപ്പൊ അതിൽ 1-2 സ്കൂൾ മാത്രമേ മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ളൂ, ബാക്കി മറ്റു സമുദായത്തിനാണ്. ഞങ്ങൾ അങ്ങനെ പരാതി പറഞ്ഞു. എന്താ കാരണം? അവർക്കേ അത് കൊടുക്കാൻ പറ്റൂ. അത്ര സ്കൂൾ നടത്തുന്നവർക്കേ കൊടുക്കാനൊക്കെ ഉള്ളൂ. അതിന് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർക്ക് കൊടുത്തു, 2 മുസ്ലിങ്ങൾ കൊടുത്തുള്ളൂ എന്ന് പ്രശ്നമുള്ള കാര്യമല്ല. അവർക്ക് 2 ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ കിട്ടാൻ അർഹതയുള്ളൂ, അതുകൊണ്ട് അവർക്ക് കൊടുത്തു. അപ്പൊ അത്തരം സംഗതിയിലും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പറയുന്ന സ്നേഹിതന്മാര് അതിൽ ഒരു കണക്ക് ദയവായിട്ട് അവർ പറയും. എന്താണ് ടോട്ടൽ സ്കൂൾ ബ്രേക്കപ്പ്? ഓരോ സമുദായത്തിലുള്ള സ്കൂൾ ഡിസ്ട്രിക്ട് വൈസ്, കമ്മ്യൂണിറ്റി വൈസ് ബ്രേക്കപ്പ് നിങ്ങൾ പറയും. എന്നിട്ട് പറയും ഇന്നതാണ് അധികം. അതിനൊന്നും തയ്യാറില്ലാതെ ഇവിടെ ഒരു സമുദായത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രം എണ്ണുകയും അത് വർഗീയമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ നന്മയ്ക്കെതിരാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. മറ്റൊന്നെന്താണ്? മലപ്പുറം ജില്ലയ്ക്ക് സ്കൂൾ പുതിയ സ്ഥാപനങ്ങൾ വരുന്നു. ഞാൻ ചോദിക്കുന്നത്, അലിഗഡ് യൂണിവേഴ്സിറ്റി മലപ്പുറത്തല്ലാതെ എവിടെ കൊടുക്കുക? അലിഗഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം അലിഗഡ് യൂണിവേഴ്സിറ്റി റീജിയണൽ ക്യാമ്പസ് മൈനോറിറ്റി എഡ്യൂക്കേഷന്റെ റിസോഴ്സ് സെന്ററായിട്ട് ഉയർത്തണമെന്നുള്ള സച്ചാർ കമ്മിറ്റി പ്രകാരം കൊടുത്തതാണ്. അത് ഏറ്റവും മുസ്ലിം പ്രഡോമിനൻസി, ന്യൂനപക്ഷ പ്രഡോമിനൻസിനടുത്ത് കൊടുത്തു. മലയാളം സർവകലാശാല എന്തിനാ തിരൂർ കൊടുക്കുന്നതെന്നാ ചോദ്യം. തുഞ്ചത്താചാര്യന്റെ തുഞ്ചൻ പറമ്പ് വിമർശനം ഉണ്ടാകുന്ന വിചാരിച്ചാൽ അവിടെ മാറ്റാൻ നോക്കുവോ? മലയാള സർവകലാശാല കൊടുക്കേണ്ടത് അവിടെയാണ്. തുഞ്ചത്താചാര്യന്റെ ജന്മഗേഹമായിട്ടുള്ള ഇടത്ത് അത് കൊടുക്കുന്നു. അതിനെന്തിനാണ് ജാതി തിരിച്ചു കാണുന്നത്? ആയുർവേദ യൂണിവേഴ്സിറ്റി കോട്ടക്കൽ, ലോകത്തിൽ ആയുർവേദത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വിളിക്കാവുന്ന സ്ഥലമാണ് കോട്ടക്കൽ. അതുപോലെ എല്ലായിടത്തും വയനാട്ടിൽ വരുന്നുണ്ടല്ലോ. ശ്രീചിത്രയിൽ നിങ്ങൾ എല്ലാ ദിവസവും ഇവിടുന്ന് പോകുന്ന രോഗികൾക്ക് അവിടെ ചികിത്സിക്കാനുള്ള സൗകര്യം വരുന്നു. എല്ലായിടത്തും വരുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ് വരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതാരെങ്കിലും നോക്കുന്നുണ്ടോ? ഒരു വിമർശകനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ സ്ഥാപനം കൊടുത്തതിലുള്ള അപാകതയെപ്പറ്റി എന്താ പറയുന്നത് വെച്ചാൽ TV ഉണ്ടല്ലോ ഒരാൾ പറയാണ്, നിങ്ങൾ മോണോ റെയിൽ നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയില്ലെന്നാണ്. വർത്തമാനം കേട്ടാ തോന്നുന്നു മോണോ റെയിൽ കൊണ്ടുപോകുന്ന ഇസ്ലാമിന്റെ വികാസത്തിന് വേണ്ടിയാണെന്നാണ് ഇവരുടെ ധാരണ. എമർജിംഗ് കേരള ചില ആളുകൾ ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിക്കുകയാണ്. മില്ലിമീറ്റർ എത്രയുണ്ട് മുസ്ലിം പോപ്പുലേഷൻ ഏരിയയിൽ? ഞാൻ പറയട്ടെ, ഇതുപോലുള്ള സംഗതികൾ കേരളീയ സമൂഹത്തിൽ നന്മയെ തകർക്കുന്ന വിധത്തിലുള്ള നടപടികളാണ്. CH സെന്ററുകൾക്ക് ഗവൺമെന്റ് ഓർഡർ കൊടുത്തു. എന്താ ഓർഡർ? പെർമിസീവ് സാങ്ഷൻ പഞ്ചായത്തുകൾക്ക് കൊടുത്തപ്പോൾ എന്താണ്? പിറ്റേന്ന് ദേശാമാനിയിലെ വാർത്ത, ഓരോ പഞ്ചായത്തിനും 5 ലക്ഷം രൂപ കൊടുത്താൽ 1000 പഞ്ചായത്തിൽ ആകെ കൂട്ടിയാൽ കോടാനകോടി. ഇതെല്ലാം തന്നെ CHന്റെ പേരിൽ മറിച്ചു കൊടുക്കുന്നു. ഞങ്ങൾക്ക് ഈ ഓർഡർ കിട്ടുന്നതിന് മുമ്പ് 100 കണക്കിന് ഓർഡർ വന്ന് കിടക്കുകയാണ് കേരളത്തിൽ. ഓരോ ഓർഡറിന്റെ ഉദാഹരണം ഞാൻ പറയാം. ഇടതുപക്ഷ മുന്നണി ഉണ്ടായിരുന്ന കാലത്താണ് EMSന്റെ സമ്പൂർണ്ണ കൃതികൾ എന്ന
ചിന്ത പബ്ലിക്കേഷന്റെ ബുക്ക് വാങ്ങാൻ പെർമിഷൻ സാങ്ഷൻ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും 100 കണക്കിന് സ്ഥാപനങ്ങൾക്കുണ്ട്. അപ്പൊ CH സെന്ററിന് കൊടുത്താൽ എന്താ? CHന്റെ പേരുള്ളതുകൊണ്ടാണോ? കോഴിക്കോടും തിരുവനന്തപുരത്തും എന്റെ സ്നേഹിതന്മാർ ഞങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ പോയി നോക്കി. സൗജന്യമായി 1000-1750 റുപ്യക്ക് ഡയാലിസിസ് ചെയ്യുന്ന കോഴിക്കോട്ടെ ഇന്ത്യയിലെ ഏക സ്ഥാപനം. അവിടെ എല്ലാ ജാതിക്കാരുണ്ട്, എല്ലാ മതക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും പോയി നോക്കാം. ക്യാൻസർ രോഗികൾ നോക്കുന്ന ആ സ്ഥാപനത്തിൽ നിങ്ങൾ വലിയൊരു, ഞാൻ എന്റെ ചെയർമാനാണ്, തിരുവനന്തപുരത്ത് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ മതക്കാരെയും കാണാം. അപ്പൊ എന്തുണ്ടായി? ഇത് കൊടുത്തപ്പോഴായി അതിന് ഒരു ജാതിയുടെയും മതത്തിന്റെയും പരിവേഷം കൊടുക്കാൻ ശ്രമിച്ചു. മുസ്ലിം ലീഗ് ഒരു പ്രമേയം പാസാക്കി. എന്താണ്? സമ്പൂർണ്ണ മദ്യനിരോധം വേണം. എടാ വൈകുന്നേരം TV-കാരൊക്കെ വിളിക്കുന്നു, ഉടനെ വരണം, എന്താണ് ചർച്ചയുണ്ട്, നിങ്ങളെ കാര്യം പറയണം. ഞാൻ എന്താ പറയേണ്ട കാര്യം? ഇത് പ്രശ്നമായില്ലേ? ഞാൻ എന്താ പ്രശ്നം? അപ്പൊ എന്താ ചർച്ച? ചെത്തുന്നത് ഈഴവന്മാർ, പറഞ്ഞത് മുസ്ലിം ലീഗുകാർ. അതുകൊണ്ട് ചെത്തുതൊഴിലാളിന്റെ ജോലി ഇല്ലാതാക്കാൻ വേണ്ടി മുസ്ലിം ലീഗുകാർ കൊണ്ടുവന്ന സൂത്രവിദ്യയാണെന്നുള്ള നിലയിലാണ് രാജ്യത്ത് ചർച്ച. ഞാൻ ആലോചിക്കുകയാണ്, ഏത് എക്സ്റ്റന്റ് വരെയും പോകാമെന്നാണോ? മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യം, ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യം, മൻമഥൻ സാർ തന്റെ ജീവിതം മുഴുവനും ഫൈറ്റ് ചെയ്ത കാര്യം, നിഷ്കളങ്കരായ ഗാന്ധി ഭക്തന്മാർ ഈ രാജ്യത്ത് മുഴുവൻ പറയുന്ന കാര്യം മുസ്ലിം ലീഗുകാർ പറഞ്ഞാൽ അത് ചെത്തുതൊഴിലാളിന്റെ ജോലി നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള സംഗതിയാണെന്നാണ്. ഞാൻ വളരെ വിനീതമായിട്ട് പറയട്ടെ, അങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ. ഞങ്ങൾ പറഞ്ഞത് ഈ നാടിന് വേണ്ടിയാണ്. ഇന്നൊരു ചർച്ച ഉണ്ടായിരുന്നു ഏഷ്യാനിൽ, എനിക്കതിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. പുതിയ കള്ളുകൂടിയ മദ്യത്തിന്റെ ട്രെൻഡ് എന്താണെന്നറിയോ? 12ാം വയസ്സ് മുതൽ തുടങ്ങുന്നുവെന്നാണ്. 12ാം വയസ്സ് മുതൽ തുടങ്ങുന്ന ഈ മദ്യം എവിടുന്നാ കിട്ടുന്നത്? ഈ മദ്യത്തിന്റെ സ്ഥിതി എന്താണ്? ഇവിടെ പറയുന്നുണ്ടല്ലോ, തെങ്ങും വന്ന് ചെത്തി ഇറക്കിയ മദ്യം വിറ്റാൽ ഇവിടെ എന്താ ദോഷം വരുന്നതെന്ന്. ഇവിടെ ശരിക്ക് പറഞ്ഞാൽ കേരളത്തിലാകെ ഉൽപ്പാദിപ്പിക്കുന്ന കള്ളും കേരളത്തിലാകെ വിൽക്കുന്ന കള്ളും തമ്മിൽ 2,91,306 ലിറ്റർ പെർ ഡേ കൂടുതലാണ്. ഇതെന്ത് കള്ളാണ്? ഇത് വിഷം കലക്കിയതാണ്. കൃത്യമായ കണക്കെടുത്തൊരു പത്രത്തിൽ വന്നതാണ്. ഞാനത് മനോരമയിൽ വന്നൊരു വാർത്തയാണ്. ഒരു കള്ള് ഷാപ്പ് പ്രവർത്തിക്കണമെങ്കിൽ ചുരുങ്ങിയത് 150 ലിറ്റർ മദ്യം ചെലവാകണം. ഇവിടെയുള്ള ആകെ കള്ള് ഷാപ്പ് ഇൻറ്റു 150 കൂട്ടിയാൽ അങ്ങനെ വിൽക്കുന്ന കള്ളും ചെത്തുന്ന കള്ളും തമ്മിൽ 3 ലക്ഷത്തിനടുത്ത് ഇവിടെ കൂടുതലാണ്. ഇത് വിഷം കലക്കി കൊടുക്കുകയാണ്. വിറ്റഴിക്കാൻ വേണ്ടി തെങ്ങുമെന്നിറങ്ങിയതല്ലാത്ത കള്ളുകൾ കൊടുക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ചിലപ്പോൾ ഡോസ് കൂടിപ്പോയ അപ്പം തന്നെ മരിക്കുന്നു. അല്ലെങ്കിലോ നിങ്ങളുടെ കരള് മരിക്കുന്നു, കിഡ്നി മരിക്കുന്നു, ഹാർട്ട് മരിക്കുന്നു, കണ്ണ് മരിക്കുന്നു, ഇഞ്ചിഞ്ചായിട്ടൊട്ട് മനുഷ്യർ മരിക്കുന്നു. അതിനെതിരായിട്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ എന്തായി? ഞങ്ങൾ ഈഴവന്മാരുടെ കഞ്ഞിയിൽ മണ്ണുവാരിടുന്നവരായി. ഞാൻ പറയുന്നത് ഇതുപോലുള്ള അപരാധങ്ങൾ ഈ സ്റ്റേറ്റിന് നന്മയോർത്ത് പറയരുതെന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ ചെയ്ത നല്ല കാര്യം, ഞാൻ അതിനെപ്പറ്റി ഒന്നും ഇവിടെ വിശദമായിട്ട് പറയുന്നില്ല. എന്റെ കയ്യിലൊരു ഓർഡർ, ഇപ്പൊ ഇന്ന് എടുത്തൊരു ഓർഡറാണ്. ഇതെന്താന്ന് വെച്ചാൽ വിദ്യാഭ്യാസ വകുപ്പിനെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് പച്ച ബ്ലൗസ് ഇട്ടിട്ട് വരാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഇത് ഇന്നത്തെ ഈ ആഴ്ച വന്ന ഓർഡർ. എന്താണ് ഓർഡർ? കേരള സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രം ശ്രീനാരായണ പഠനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന് നൽകിയ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്ന ഭാഗങ്ങൾ സംസ്ഥാന കരിക്കുലം കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായി അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂൾ തലത്തിൽ മലയാളം, സാമൂഹ്യ ശാസ്ത്രം എന്നീ വിഷയങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കേണ്ടതാണെന്ന് ഗവൺമെന്റ് ഉത്തരവാകും. വല്ലവരും പറഞ്ഞു നല്ലൊരു വാക്ക്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉത്തരവാക്കാൻ അബ്ദുറബ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ മന്ത്രിയെ കാത്തിരിക്കേണ്ടി വന്നു കേരളം എന്ന സത്യം തിരിച്ചറിയാൻ എത്ര പേരുണ്ടായി? ഇവിടെ ആക്ഷേപിക്കാൻ നിരവധി പേരുണ്ട്. ഞാൻ ഇത്തരക്കാരോടൊന്നുമുള്ള വിമിഷ്ടം ഞാനിവിടെ രേഖപ്പെടുത്തുന്നില്ല. പക്ഷേ ആ നിലയിൽ ചെയ്യരുതെന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ചെറിയ വിശാല ഹിന്ദു മുന്നണി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളതിൽ കമന്റ് ചെയ്യുന്നില്ല. വിശാല ഹിന്ദു മുന്നണി വരാതിരിക്കുകയും ചെയ്യട്ടെ. കാരണം എന്താ വെച്ചാൽ, പക്ഷെ ഞങ്ങൾക്കൊരു കാര്യത്തിൽ ഉത്തമ ബോധ്യമുണ്ട്. എന്താണ്? ഈ വിശാല ഹിന്ദു മുന്നണി എന്ന് പറഞ്ഞാൽ SNDPയിലെ വെള്ളാപ്പള്ളി നടേശനും
സുകുമാരൻ നായരും പറയുന്നതിനനുസരിച്ച് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഹിന്ദു സമുദായം ചിന്തിക്കുമെന്ന യാതൊരു തെറ്റായ ബോധവും ഞങ്ങൾക്കില്ല. അവർക്ക് ചില കണക്കൂട്ടലുണ്ടാവാം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കളുടെ വിശാലമായ വീക്ഷണത്തെപ്പറ്റി നല്ല ബോധമുണ്ട്. അവരവരെ താല്പര്യത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതാണ് ശരി എന്നുള്ള നിലയിൽ അവർ ചിന്തിക്കില്ല. ഒരു കാര്യം. രണ്ടാമത് കാര്യം, ഇവർ തമ്മിൽ നേരത്തെ സഖ്യം ഉണ്ടാക്കാൻ നിന്നിരുന്നു. 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു. അവസാനം അത് അടഞ്ഞ അധ്യായമാണ്, ചത്ത കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് വേണ്ടതെന്ന് വെച്ചപ്പോ ആയി ഇരിക്കട്ടെ. ആയപ്പോ എന്താ രസകരമായ കാര്യം എന്താ അറിയോ? ആയപ്പോ ആദ്യം തന്നെ ഇതിന്റെ വിശാല ഹിന്ദു മുന്നണിയുടെ ടേക്ക് ഓഫിന് ഒരു എഗ്രിമെന്റ്. എന്താ എഗ്രിമെന്റ്? സുകുമാരൻ നായർ ഒരു കാര്യം വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. ക്രീമി ലെയറിന്റെ പരിധി 2.5 ലക്ഷം എന്നുള്ളത് 4 ലക്ഷം ഉറുപ്പിയാക്കിയതിനെതിരായിട്ടുള്ള കേസ് പിൻവലിക്കാമെന്ന് സുകുമാരൻ നായർ ഏറ്റു. അതിനെന്താണ് വെള്ളാപ്പള്ളിയുടെ പ്രത്യുപകാരം? അതായത് UDF ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയ ഉത്തരവിനെതിരായിട്ട് NSSക്ക് എടുത്ത കേസ് ആ കേസ് പിൻവലിക്കാന്ന് ഇയാൾ കേട്ടു. അപ്പൊ എന്താണ് നിങ്ങൾ 2 കൂട്ടരും എന്താ കേസിന് പോയത്? ഞങ്ങൾ അന്നും നിങ്ങൾ ആലോചിക്കണം. ഞങ്ങൾ അന്നും പറഞ്ഞ എന്താണ്? ഒന്ന്, ക്രീമി ലെയറിന്റെ കാര്യത്തിൽ NSS കേസിന് പോകണ്ട, ന്യായമായ സംഗതിയാണ്. ഇവിടുത്തെ മുന്നോക്ക ജനവിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയതിനായിട്ട് വെള്ളാപ്പള്ളിയും കേസിന് പോകണ്ട, അതും തെറ്റാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് 10% നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്തിയപ്പോ ഭരണത്തിൽ നിന്ന ആളുകളും ആ കരാറുണ്ടാക്കാൻ വേണ്ടി മുമ്പിൽ നിന്നൊരു രാജ്യത്തെ മുസ്ലിം ലീഗുകാർ. അന്ന് വെള്ളാപ്പള്ളിയും സുഹൃത്തുക്കളും അതിനെതിരായിട്ട് കേസ് കൊടുക്കുകയായിരുന്നു എന്ന കാര്യം എന്തിനാണ് ഇപ്പൊ ചോദിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാൻ കണ്ടു. എന്താണ്? ഹിന്ദു ഐക്യം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ മുന്നോക്ക വിഭാഗത്തെ പിന്നോക്കക്കാർക്ക് എന്തെങ്കിലും കിട്ടിയാൽ എന്താ നഷ്ടം? നിങ്ങളിപ്പം ചിന്തിക്കുന്നത് അന്ന് ചിന്തിച്ചവരാ ഞങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഹിന്ദു ഐക്യം വേണോ വേണ്ടേ എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇവിടെ അമിതമായി നേടിയതുകൊണ്ടാണ് ഞങ്ങൾ ഹിന്ദു മഹാസഖ്യം ഉണ്ടാക്കുന്നത് എന്നുള്ള സ്വഭാവത്തിൽ പറയുന്നത് നിരർത്ഥകമാണ് എന്ന് മാത്രമാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ആർക്കും വാദപ്രതിവാദങ്ങൾ, ഞങ്ങൾ ഒരു കാര്യത്തിൽ ഒരുക്കമാണ്. മുസ്ലിം ലീഗ് പ്രതിനിധി ഞങ്ങൾ പറയാണ്, ഞങ്ങൾ അനർഹമായി വല്ലതും നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങളുടെ മുഴുവൻ വിമർശകന്മാരുമായി ഏത് വിധത്തിലുള്ള ഡിബേറ്റിനും എന്റെ പാർട്ടി തയ്യാറാണ്. എവിടെ വെച്ചുമാകാം, ഏത് ചർച്ചയുമാകാം, സ്ഥിതിവരെ കണക്ക് വെച്ചിട്ടുമാകാം. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങൾ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ പുരോഗതി എന്ന് പറയുന്ന ജനാധിപത്യത്തിലെ അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷവാദിഷ്ട അധികാരങ്ങൾ ഭരണഘടനപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത് വെച്ചുകൊണ്ട് ഞങ്ങൾ ന്യൂനപക്ഷത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇവിടുത്തെ ഭൂരിപക്ഷത്തിനും പ്രശ്നമുണ്ട്, അവർക്ക് പ്രയാസങ്ങളുണ്ട്. ഞങ്ങൾ ഭരണത്തിൽ നിൽക്കുന്ന സമയത്ത് അത് ചെയ്യേണ്ടത് ഞങ്ങളാണെന്ന ബോധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ഈ 10% കൊടുത്തത്. അപ്പോൾ ഇവിടെ മുസ്ലിം സമുദായത്തിലെ ചില സംഘടനകൾ ഞങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കക്കാർക്ക് 10% കൊടുത്തത്? അത് കൊടുത്തത് ശരിയാണോ എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചവരുണ്ട്. ഞങ്ങൾക്കെതിരായിട്ട് കേസ് കൊടുത്തവരുണ്ട്. അതിലും ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾക്ക് ഉത്തമമായ ഒരു ബോധ്യമുണ്ട്. അധികാരത്തിൽ നിൽക്കുന്ന സമയത്ത് ന്യൂനപക്ഷത്തിന്റെ പ്രശ്നം പരിഹരിക്കണം, ഭൂരിപക്ഷത്തിന്റെ പ്രശ്നം പരിഹരിക്കണം, അവർക്കുള്ള പ്രയാസങ്ങളും പരിഹരിക്കണം. ആ വിധത്തിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ആ നിലയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെയും കേരള സമൂഹത്തെയും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പരീക്ഷണം അടുത്ത ഇലക്ഷനിൽ ഇത്തരമൊരു കാർഡ് ഇറക്കിയാൽ ജയിക്കാൻ പറ്റുമോ എന്ന പരീക്ഷണത്തിന്റെ ഫലമായി ഈ നാടിന്റെ നന്മ ഈ സ്നേഹിതന്മാർ തകർക്കരുതെന്ന് മാത്രം വിനീതമായി ഇവിടെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് കേട്ടതിന് നിങ്ങളോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.